നമസ്കാരം. ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണത്തെക്കുറിച്ചും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയൊരു വിവരങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലെ പ്രധാന കാര്യങ്ങൾ നോക്കിയാൽ പെൻഷൻ വിതരണമാണ് ആദ്യത്തെ. സാമൂഹിക സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും നാളെ മുതൽ സർക്കാർ വിതരണം ചെയ്യാൻ തുടങ്ങും. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന 26 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ടെത്തും. എന്നാൽ സഹകരണ സംഘങ്ങൾ വഴി പണം വാങ്ങുന്ന 24 ലക്ഷത്തോളം പേർ ആശങ്കയിലാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം പഴയ രീതിയിൽ തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഈ ഓണക്കാലത്തും നടക്കുക. കാരണം ഇപ്പോൾ എങ്ങനെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൈകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴി തന്നെ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാവിയിലാണ് ഈ ഒരു കാര്യം വരാൻ പോകുന്നത്. ഇനി ബാങ്ക് വിതരണ സംവിധാനമാണ്. അതായത് ഭാവിയിൽ എല്ലാ പെൻഷൻ വിതരണവും ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് DBT വഴിയാക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഓണക്കാലത്തെ പെൻഷൻ നിലവിലെ രീതിയിൽ തന്നെ ലഭിക്കും. കിടപ്പ് രോഗികൾക്ക് പണം വീട്ടിലെത്തിച്ച് നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്ററിയിപ്പുകൾ നോക്കിയാൽ മുഖ്യമന്ത്രിയുടെ 1000 രൂപയുടെ സ്കോളർഷിപ്പ് പദ്ധതി വീണ്ടും തുടങ്ങാനുള്ള പദ്ധതികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ 35 വയസ്സിനും 60 വയസ്സിനും വരെയുള്ള സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരാൻ സാധ്യതയില്ലെന്നും പകരം പുതിയ ആനുകൂല്യങ്ങൾ വന്നേക്കാമെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇതുപോലുള്ള എല്ലാവിധ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്താൻ മറക്കാതെ ഈ ഒരു ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക.